ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം. ഫാദർ, യുവർ വിൽ ബി ഡൺ. നിൻ്റെ ചിത്തം എൻ്റെ ജീവിതത്തിൽ നിറവേറണമേ എന്നും പ്രാർത്ഥിക്കുന്നുണ്ടോ? നിങ്ങളുടെ ചിത്തമാണോ, നിങ്ങളുടെ ഇഷ്ടമാണോ, ദൈവത്തിൻ്റെ ഇഷ്ടമാണോ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുന്നതെന്ന് ഈ വാക്യം, ഈ വചനം നിങ്ങളെ മാറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം നമ്മൾ കണ്ടു ദാവീദ് ഗോലിയാത്ത് എത്രയോ ഹമ്പിളായവരെ ദൈവം എപ്പോഴും ഉയർത്തും. ഒരു ഹമ്പിളായ ഒരു വ്യക്തിക്ക്, ഒരു ചെറിയ ബാലന് ആ ഗോലിയാത്തിന് തല വെട്ടിയെടുക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കളും രാജാവും എല്ലാം കൂടെ പേടിച്ച് ഓടുമായിരുന്നു. ഈ ഗോലിയാത്ത് വന്ന് വെല്ലുവിളിക്കുമ്പോൾ ഇവരെല്ലാം ഓടുന്ന വിറച്ച്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാളെ ഇസ് ദിസ് അൺസർക്കംസൈസ്ഡ്, ഈ ചുന്നതിയില്ലാത്ത ഈ ഫിലിസ്തീൻ ആരാണ്? അവനെ എന്നോട് ദൈവത്തിൻ്റെ സർവശക്തനായ ജീവനുള്ള ദൈവത്തെ എതിരിടാൻ ആർക്കാണ് ധൈര്യം എന്ന് ചോദിച്ച് ദാവീദ് ഒരു കല്ലെടുത്ത് ഞവണയും കൊണ്ട് നെറ്റിയിലെറിഞ്ഞ് അവനെ താഴ്ത്തി അവനെ വീഴ്ത്തി കൊന്നുകളഞ്ഞു. അവൻ്റെ തലവെട്ടി, അവൻ്റെ വാൾ തന്നെ ഊരി തലവെട്ടി എടുത്തു എന്നാണ് പറഞ്ഞ്. അപ്പോൾ എത്ര വലിയ ശക്തിയാണ് ഇത്! പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് ഇത്. ദാവീദിൻ്റെ താഴ്മയുള്ള സ്വഭാവമാണ്. അതുകൊണ്ടാണ് ദൈവം ഒരു ആട്ടിട ചെറുക്കനെ രാജാവാക്കിയതല്ലേ. ആട്ടിടയനായ, ഒന്നിനും കൊള്ളില്ലാതെ ആൾക്കാരൊക്കെ തൃണീകരിച്ച ഒരു പയ്യനായിരുന്നു ദാവീദ്. അങ്ങനെയുള്ളവനെ രാജാവാക്കി ഉയർത്തി ദൈവം. അതാണ് താഴ്മയുള്ളവരെ ദൈവം ഉയർത്തും. മനുഷ്യരൊക്കെ പുച്ഛിക്കുന്നവരെ, മനുഷ്യരൊക്കെ ഒന്നുമല്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ലേബിളിട്ട് കാണും. പക്ഷെ നിങ്ങളെ ഉയർത്തുന്ന ഒരു ദൈവമാണ്. എന്നെ ഒന്നിനും കൊള്ളില്ലാത്തവളായി കരുതിയ എൻ്റെ വീട്ടുകാരും നാട്ടുകാരും ടീച്ചേഴ്സും കുടുംബക്കാരും ആരും എനിക്ക് ഒരു വിലയും തന്നില്ലായിരുന്നു. ഞാനോർത്ത് ഞാൻ യൂസ്ലെസ് ആണ്. അങ്ങനെയുള്ള ഒരാളെ എവിടെ കൊണ്ടുവന്നു, എവിടെയാക്കിയിരിക്കുന്നു? ഭയങ്കര ഹിസ്റ്ററി മേക്കറാക്കി തീർത്തു. ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു സ്ത്രീയാക്കി തീർത്തു. ഒരു പന്നിമറ്റം കുഗ്രാമത്തിൽ നിന്ന് വന്ന, ഒന്നും അറിയില്ല, എട്ടും പെട്ടും തിരിയാത്ത ഒരു പെൺകുട്ടിയായ എന്നെ ദൈവം ഇപ്രകാരം മാറ്റാമെങ്കിൽ നിങ്ങളെല്ലാവർക്കും ഇപ്രകാരം ദൈവം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉയർച്ച തരും എന്ന് ഞാനും വിശ്വസിക്കുന്നു. സോ ദ ഹംബിൾ, യു റീഡ് ദ ഹിസ്റ്ററി ഓഫ് ദ ഹീറോസ് ഓഫ് ഫെയ്ത്ത്. നമ്മൾ എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ആരൊക്കെ ദൈവത്തെ ഉയർത്തിയോ, ആരൊക്കെ ദൈവത്തെ അറിഞ്ഞോ, ആരൊക്കെ ദൈവത്തിൻ്റെ കരക്കീഴിൽ താണിരുന്നോ അവരെല്ലാം ദൈവം ഉയർത്തിയിട്ടുണ്ട്. അവരെയൊക്കെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. അവരൊക്കെ ദൈവത്തിൻ്റെ ചിത്തം നിറവേറ്റിയത് കാണാം. അവരെ എത്ര വീരന്മാരാക്കി തീർത്തു. ഹീറോസ് ആൻഡ് ഹീറോയിൻസ് ആൻഡ് ഹിസ്റ്ററി മേക്കേഴ്സ് ദേ ബിക്കെയിം. ഞാൻ എഴുതിയിട്ടുണ്ട് ദോസ് ഹു മേക്ക് ഹിസ്റ്ററി, വിമൻ ഹു മേഡ് ഹിസ്റ്ററി എന്നുള്ള ബുക്ക് എഴുതിയിട്ടുണ്ട്. അങ്ങനെ എബ്രഹാം ന്യൂ ഹിസ് ഗോഡ്, എബ്രഹാത്തിനെ ദൈവം തീർച്ചയായിട്ടും ഉയർത്തി എന്ന് നമ്മൾ കാണുന്നു. Joseph knew his God, so God promoted him from pit and prison and palace. അങ്ങനെ ഒരു പൊട്ടക്കിണറ്റിൽ നിന്നും ജയിലറിയിൽ നിന്നും എവിടെയാണ് കൊട്ടാരത്തിലേക്ക് ഉയർത്തി ദൈവം. ഇവരെല്ലാം ഉയർത്തിയ ദൈവമാണ്. എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തിൻ്റെ ചിത്തമനുസരിച്ച് താന്നിരുന്നു. പിന്നെ എസ്തർ ന്യൂ ഹർ ഗോഡ്, സോ അറ്റ് ദ റിസ്ക് ഓഫ് ഹർ ലൈഫ് ഷീ ഡിസ്ട്രോയ്ഡ് ദി എനിമി ഹാമാനെ നശിപ്പിച്ച എങ്ങനെയാണ്? ദൈവത്തിൻ്റെ ശക്തി കൊണ്ടാണ്. ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ചു. രാജാവിൻ്റെ മുഖം അന്വേഷിച്ചു കഴിഞ്ഞാണ് രാജാവിൻ്റെ സന്നിധിയിലേക്ക് എസ്തർ പോയത്. അതുകൊണ്ട് എസ്തർ ആഗ്രഹിച്ചെല്ലാം പ്രാർത്ഥിച്ചെല്ലാം ദൈവം നിറവേറ്റി കൊടുത്തു. ഡേവിഡിനെ പറ്റി നമ്മൾ കണ്ടു. ദാവീദ് ദൈവത്തെ അറിഞ്ഞു. എത്രമാത്രം ദൈവം അവനെ അനുഗ്രഹിച്ചു. ജോബിൻ്റെ കഥ നമുക്കറിയാം. നല്ലൊരു സാക്ഷിയാണ് ദൈവം യോബിനെ പറ്റി പറയുന്നത്. 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 3 പ്രാവശ്യം ദൈവം പറഞ്ഞു യോബിനെ പറ്റി നല്ല സാക്ഷ്യം. യഹോവ തന്നു, യഹോവ എല്ലാം എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെട്ടെ എന്ന് യോബ് പറഞ്ഞു. അങ്ങനെ വാട്ട് എ ലെസൺ ഓഫ് സബ്മിഷൻ അല്ലേ! ഭയങ്കര ഒരു സബ്മിഷനാണ് നമ്മൾ പഠിക്കുന്നത് യോബിൽ നിന്ന്. അവസാനം 42-ാം അധ്യായത്തിൽ യോബിനെല്ലാം തിരിച്ചു കൊടുത്തു ഇരട്ടിയായിട്ട്. അങ്ങനെ നമ്മൾ കാണുന്നു. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ 3 പേര് ആ തീയിൽ ചാടാൻ പോലും അവർ ധൈര്യം കാണിച്ചു. എന്തുകൊണ്ടെന്നാൽ അവർ ബിംബത്തെ ഒന്നും ആരാധിക്കുകയല്ല, അവർ സത്യദൈവത്തിന് വേണ്ടി നിന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമുടിക്കുക, ദൈവം ഉയർത്തുമെന്ന് അവരറിഞ്ഞു. ആ ദൈവം ആ ഫയറി ഫർണസിൽ നിന്ന്, അഗ്നികുണ്ഡത്തിൽ നിന്ന് അവരെ രക്ഷിച്ച് ഉയർത്തി എന്ന്. ദാനിയേൽ ന്യൂ ഹിസ് ഗോഡ്. ദാനിയേലിന് സിംഹക്കുഴി നമ്മളറിയാമല്ലോ. സിംഹം ആരെങ്കിലും മനുഷ്യരെ വെച്ചേക്കുമോ? വിശന്നിരിക്കുക. ദൈവം സിംഹത്തിൻ്റെ വായടച്ചു. ആ സിംഹക്കുഴിയിൽ നിന്നും ദാനിയേലിനെ പുറത്തു കൊണ്ടുവന്ന ദൈവമാണ്. പോൾ ആൻഡ് സൈലസ്, ന്യൂ ടെസ്റ്റ്മെന്റ് നമ്മൾ കാണുന്നു. അവർ ജയിലറിൽ കിടന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പ്രിസൻ്റെ ഡോഴ്സ്, വാതിലുകളെല്ലാം തന്നെ തുറന്ന് അവരെ ഏഞ്ചൽ
ഒരു ദൂതൻ വന്നവരെ പുറത്തു കൊണ്ടുവന്നു എന്ന് നമ്മൾ കാണുന്നു. ഇങ്ങനെ എത്രയോ പേര് അല്ലേ, പത്രോസും അങ്ങനെ ഈ ജയിലറിയിലായിരുന്നപ്പോൾ ദൂതൻ വന്ന് സഭയെല്ലാം പ്രാർത്ഥിച്ച് ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചത് കാരണം അവനെ പുറത്തു കൊണ്ടുവന്ന ദൈവമാണ്. ആ ദൈവം നിങ്ങളെ എല്ലാവരെയും ഉയർത്തും. ദൈവത്തെ അനുസരിക്കുക. ഫാദർ യോ വിൽ ബി ഡൺ, നിൻ്റെ ഇഷ്ടം നിറവേറ്റുക. ഗെത്സമനെ തോട്ടത്തിൽ അതല്ലേ പ്രാർത്ഥിച്ചത് അല്ലേ യേശു? ആ രക്തവും വിയർപ്പും അതാണ് വന്നപ്പോൾ ശരീരത്തിൽ കൂടി ഉയർത്തത്. എന്നിട്ട് എന്താ പ്രാർത്ഥിച്ചത്? ഫാദർ നോട്ട് മൈ വിൽ ബട്ട് യോസ് ബി ഡൺ എന്ന്. എൻ്റെ ആയുസ്സിൽ കർത്താവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കുക. ടേക്ക് അവേ ദിസ് ചാലിസ് ഫ്രം മീ ബട്ട് നോട്ട് മൈ വിൽ, നെവർതെലെസ് നോട്ട് മൈ വിൽ ബട്ട് യുവർ വിൽ ബി ഡൺ. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ കഴിയുമെങ്കിൽ ഇത് മാറ്റം, നിനക്ക് സാധിക്കും. പക്ഷേ അങ്ങയുടെ ചിത്തം ഇതാണെങ്കിൽ ഞാൻ സഹിക്കാൻ റെഡിയാണ്. അങ്ങയുടെ ചിത്തം ഇതാണെങ്കിൽ ഞാൻ ഐ വിൽ ഗോ ത്രൂ ദിസ്. യു ആർ എ ഹെവൻലി പോട്ടർ. അങ്ങ് ഒരു പോട്ടറാണ് അല്ലേ? ഈ എന്നാ ഇതൊക്കെ പണിയല്ലേ നമ്മുടെ കലങ്ങളൊക്കെ. കുമാരൻ എന്നാ പറയുന്നത്, കുമരകൻ. പിന്നെ ഹീസ് എ ഗോൾഡ് സ്മിത്ത് അല്ലേ? ഈ ഗോൾഡ് സ്മിത്ത് ഗോൾഡ് ഇങ്ങനെ തീയിൽ ഇങ്ങനെ ഊതിക്കുഴിക്കുന്നത് പോലെ നമ്മളെ ചിലപ്പം. പിന്നെ ദൈവം ഹെവൻലി ഗാർഡനറാണ്. ചിലപ്പോൾ നമ്മളെ കത്രിക്കും, വേദനിക്കും. അതൊക്കെ നമ്മൾ തീയിൽ കൂടി നടന്നാലും തീ നമ്മളെ ദഹിപ്പിക്കുകയില്ല. വെള്ളത്തിൽ കൂടി നടന്നാലും വെള്ളം നമ്മളെ മുക്കയില്ല, നദി മുക്കയില്ല. യെശയ്യാ 43:2 നിങ്ങളോട് സംസാരിക്കുന്നു. ദൈവം അപ്രകാരം എല്ലാവരെയും കരുതുന്നു. അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.